E2E ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അവരുടെ IPO അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കമ്പനി ഒരു റെയിൽ എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. കമ്പനി 2010 സ്റ്റാർട്ട് ചെയ്തത്. ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ്. കമ്പനി ഡീൽ ചെയ്യുന്ന മേഖലകൾ നോക്കുവാണെങ്കിൽ റെയിൽവേ സിസ്റ്റംസ്, ടെലികമ്മ്യൂണിക്കേഷൻ, സിഗ്നലിംഗ്, ഇലക്ട്രിഫിക്കേഷൻ, മെട്രോ ഈ മേഖലകളാണ് കമ്പനി ഡീൽ ചെയ്യുന്നത്. കമ്പനിയുടെ ക്ലയന്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ, PSUs ആൻഡ് പ്രൈവറ്റ് ഫേംസ് ആണ് കമ്പനിയുടെ ക്ലയന്റ് മേഖലകളിൽ വരുന്നത്. കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇഷ്യൂ സൈസ് വരുന്നത് 84 കോടിയാണ്. IPO ടൈപ്പ് വരുന്നത് SME ആണ്. കമ്പനി ഒരു സ്മോൾ മീഡിയം കമ്പനിയാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് പറഞ്ഞാൽ 300 കോടിയാണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 164 തൊട്ട് 174 രൂപ വരെയാണ്. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന NSEയിൽ മാത്രമാണ്. റവന്യൂ കമ്പനിയുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ എന്ന് പറയുന്നത് 250 കോടിയാണ്. അപ്പോൾ നമ്മൾ ലോട്ട് സൈസ് നോക്കുവാണെങ്കിൽ 800 ഷെയർസ് ആണ് ലോട്ട് സൈസ് വരുന്നത്. അതുപോലെ കമ്പനിയുടെ 3 വർഷത്തെ CAGR ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ 36.52%. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 2,62,000 രൂപയാണ്. പ്രീ അപ്ലൈ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ 25-നാണ്. ബിഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ 26-നാണ്. ബിഡിംഗ് എൻഡ് ചെയ്യുന്നത് ഡിസംബർ 30-നാണ്. അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 31-നാണ്. റിലീസ് ഓഫ് ഫണ്ട് ഡേറ്റ് വരുന്നത് ജാനുവരി 1-ആണ്. ഡിമാറ്റ് ട്രാൻസ്ഫർ ഡേറ്റും വരുന്നത് ജാനുവരി 1-ആണ്. കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുന്നത് ജാനുവരി 2-നാണ്. നമുക്ക് കമ്പനിയുടെ 3 വർഷത്തെ P&L സ്റ്റേറ്റ്മെന്റ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ എമൗണ്ട് തന്നിരിക്കുന്ന ലക്ഷത്തിലാണ്. ഇപ്പൊ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്ന കോടിയിലാണ്. അപ്പം കമ്പനി 2023 റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയായിരുന്നു? 134 കോടിയായിരുന്നു. അത് 2024 ആയപ്പോഴത്തേനും 170 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2025 അത് 250 കോടിയായിട്ട് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇയർ ടു ഇയർ നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ EBITDA പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുവാണെങ്കിൽ 2023 10 കോടിയായിരുന്നു. അത് 2023 10 കോടിയാണ്. അത് 2024 ആയപ്പോഴത്തേനും 14 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ 2025 അത് 18 കോടിയായിട്ട് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. EBITDA ആണെങ്കിലും പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണെങ്കിലും ഇയർ ടു ഇയർ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ 2023 8 കോടിയായിരുന്നു. അത് 2024 ആയപ്പോഴത്തേനും 10 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2025 13 കോടിയാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും കമ്പനിയുടെ ഇയർ ടു ഇയർ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ EPS നോക്കുവാണെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ നോക്കുവാണെങ്കിൽ 2023 6.3 പൈസയായിരുന്നു. അത് 2024 ആയപ്പോഴത്തേനും 7.88 പൈസയായിട്ട് കൂടിയിട്ടുണ്ട്. 2025 11.58 പൈസയാണ്. കമ്പനിയുടെ 3 വർഷത്തെ P&L സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് നല്ലൊരു പോസിറ്റീവ് സൈൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ കമ്പനിയുടെ 3 വർഷത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 2023 നെഗറ്റീവ് ആണ് വരുന്നത്. അതായത് 0.95 കോടി നെഗറ്റീവ് ആണ് വരുന്നത്. അതായത് 95 ലക്ഷം രൂപ നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്. ഇത് 2024 ആയപ്പോഴത്തേനും 7 കോടി പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. 2025 9 കോടി കമ്പനിക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവ് ആണ് വരുന്നത്. അതായത് കമ്പനിയുടെ കോർ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് 2023 2025 കമ്പനിക്ക് നഷ്ടമാണ് വന്നത്, നെഗറ്റീവ് ആണ് വന്നത്. പക്ഷെ 2024 7 കോടി രൂപ പ്രോഫിറ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ കമ്പനിയുടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നോക്കുവാണെങ്കിൽ 2023 4 കോടിയാണ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2024 17 കോടിയാണ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2025 9 കോടിയാണ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടിയും എക്സ്പാൻഷന് വേണ്ടിയും കമ്പനി നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിംഗ് ആക്ടിവിറ്റി നോക്കുവാണെങ്കിൽ 2023 8 കോടിയാണ്, അത് പോസിറ്റീവ് ആണ് വരുന്നത്. 2024 11 കോടിയാണ് വരുന്നത്. അതുപോലെ 2025 27 കോടിയാണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി 3 വർഷം നമുക്ക് പോസിറ്റീവ് ആയിട്ട് കാണാൻ സാധിക്കും. അതായത് കമ്പനി ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ കമ്പനിയുടെ കടം വീട്ടുന്നതും അതുപോലെ അവരുടെ ഷെയർസ് ബൈബാക്ക് ചെയ്യുന്നതും കുറവാണ്. നേരെ മറിച്ച് അവർ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്തും അതുപോലെ തന്നെ അവരുടെ IPO പുതിയ ഇക്വിറ്റി ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് കൂടുതൽ ഫണ്ട് അവരുടെ കമ്പനിയിലേക്ക് അവർ റേസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കമ്പനി സെയിം സെക്ടറിലുള്ള കമ്പനികളായിട്ടും സെക്ടർ ആവറേജുമായിട്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് മാർക്കറ്റ് ക്യാപ്പ് നോക്കാം. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 300 കോടിയാണ് വരുന്നത്. സെക്ടറൽ ആവറേജ് എത്രയാണ്? 7410 കോടിയാണ്. ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡിന്റെയോ 14,853 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്. അതുപോലെ ടീറ്റാഗഡ് റെയിൽവേ സിസ്റ്റം ലിമിറ്റഡിന്റെ 12,090 കോടിയാണ്.
ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന്റെ 5699 കോടിയാണ് വരുന്നത്. അപ്പൊ നമ്മൾ സെക്ടറൽ ആവറേജുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് മാർക്കറ്റ് ക്യാപ്പ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കമ്പനി ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതുപോലെ ഈ കമ്പാരിസൺ എടുത്തേക്കുന്ന 3 കമ്പനി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കമ്പനിക്ക് മാർക്കറ്റ് ക്യാപ്പ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ കമ്പനിയുടെ റവന്യൂ നോക്കുവാണെങ്കിൽ 250 കോടിയാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ റവന്യൂ വന്നിരിക്കുന്നത്. സെക്ടറൽ ആവറേജ് എത്രയാണ് വരുന്നത്? 2084 കോടിയാണ് വരുന്നത്. ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡിന് എത്രയാണ് റവന്യൂ വന്നിരിക്കുന്നത്? 3963 കോടിയാണ്. അതുപോലെ ടീറ്റാഗഡ് റെയിൽ സിസ്റ്റം ലിമിറ്റഡിന്റെ റവന്യൂ എത്രയാണ്? 3867 കോടിയാണ്. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന്റെ 5106 കോടിയാണ്. സെക്ടറൽ ആവറേജിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറവാണ് കമ്പനിക്ക് റവന്യൂ. അതുപോലെ 3 കമ്പനികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പനിക്ക് റവന്യൂ കുറവാണ്. പക്ഷെ നമ്മൾ 3 വർഷത്തെ ഡേറ്റ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഇയർ ടു ഇയർ റവന്യൂ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പാർട്ട് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് ഈ വർഷം, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 14 കോടിയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ലഭിച്ചത്. പക്ഷേ സെക്ടറൽ ആവറേജ് എത്രയാണ് വേണ്ടത്? 144 കോടിയാണ്. ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡിന്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണ്? 380 കോടിയാണ്. അതുപോലെ ടീറ്റാഗഡ് റെയിൽ സിസ്റ്റം ലിമിറ്റഡിന്റെ 275 കോടിയാണ്. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന്റെ 225 കോടിയാണ്. നമ്മളിവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആവറേജിനേക്കാളും കുറവാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ. അതുപോലെ കമ്പനിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും കുറവാണ്. പക്ഷേ ഇയർ ടു ഇയർ നമുക്ക് പാറ്റ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് ഓൾറെഡി കണ്ടതാണ്. നമുക്കിനി പി റേഷ്യോ നോക്കാം. കമ്പനിയുടെ പി റേഷ്യോ വരുന്നത് 15 സെക്ടറൽ ആവറേജ് എത്രയാണ്? 28 വരുന്നത്. ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡിന്റെ 53 വരുന്നത്. ഇവിടെ ടീറ്റാഗഡ് റെയിൽ സിസ്റ്റം ലിമിറ്റഡിന്റെ 61 ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന്റെ 26 വരുന്നത്. സെക്ടറൽ ആവറേജ് വെച്ച് നോക്കുമ്പോൾ കമ്പനിക്ക് പി റേഷ്യോ കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ കുറവാണ്. അതുപോലെ കമ്പനിയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും പി റേഷ്യോ കുറവാണ്. ഓൾറെഡി ഈ 3 കമ്പനികൾ വലുതാണ്, അപ്പൊ അതിന് പി റേഷ്യോയിൽ ഡിഫറൻസ് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പി റേഷ്യോ കുറവായതുകൊണ്ട് കുറഞ്ഞ പ്രൈസിൽ കമ്പനിയുടെ ഷെയർ മേടിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഡി റേഷ്യോ നോക്കുകയാണെങ്കിൽ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കടം, ഇപ്പൊ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കൂടുതലാണെങ്കിൽ ഒരു കമ്പനിക്ക് കടം കൂടുതലാണെന്ന് പറയുന്നത്. കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 0.57 ആണ്. സെക്ടറൽ ആവറേജ് എത്രയാണ്? 0.41 ആണ്. ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡിന്റെ 0.18 ആണ്. അതുപോലെ ടീറ്റാഗഡ് റെയിൽ സിസ്റ്റം ലിമിറ്റഡിന്റെ 0.25 ആണ്. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന്റെ 0.34 ആണ്. സെക്ടറൽ ആവറേജ് വെച്ച് നോക്കുമ്പോൾ കമ്പനി വെച്ച് നോക്കുമ്പോൾ കമ്പനിക്ക് നല്ല രീതിയിൽ കടം, നമുക്ക് ഡെപ്റ്റ് കാണാൻ സാധിക്കും. കമ്പനി ഒരു സ്മോൾ കമ്പനിയാണ്. 2010 സ്റ്റാർട്ട് ചെയ്തത്. ഒരു 15 വർഷമായി. ചെറിയ നമുക്കൊരു കടം കമ്പനിക്ക് കാണാൻ സാധിക്കും. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പനിക്ക് ഒരു കടം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ കമ്പനിയെ കുറിച്ച് നോക്കുവാണെങ്കിൽ കമ്പനി ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ്. 2010 സ്റ്റാർട്ട് ചെയ്ത് റെയിൽവേ സെക്ടറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കമ്പനിയുടെ 3 വർഷത്തെ പി ആൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ റവന്യൂവും എബിറ്റയും പ്രോഫിറ്റും EPS ഒക്കെ 3 വർഷമായിട്ടും ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 3 വർഷം നമ്മൾക്ക് ഓൾറെഡി കണ്ടതാണ്. കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും റവന്യൂ, എബിറ്റ, പ്രോഫിറ്റ്, EPS ഒക്കെ കൂടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതുപോലെ നമ്മൾ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കമ്പനിക്ക് 2023 2025 നെഗറ്റീവാണ്. ഇത് 2023 95 ലക്ഷവും 2025 9 കോടിയും നെഗറ്റീവാണ്, നഷ്ടത്തിലാണ് കാണിക്കുന്നത്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ കമ്പനിയുടെ കോർ ബിസിനസ് ആക്ടിവിറ്റി, ഒരു മെയിൻ ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടിയ ഇതിനെയാണ് നമ്മൾ സാധാരണ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ 3 വർഷം നമുക്ക് നെഗറ്റീവ് ആണ് കാണാൻ സാധിക്കുക. അതായത് കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കമ്പനിയുടെ ഔട്ട്ഫ്ലോ ആണ്, ക്യാഷ് ഫ്ലോ പോയിരിക്കുകയാണ്. കമ്പനിയുടെ ഗ്രോത്തിനും എക്സ്പാൻഷനും വേണ്ടി നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ ഫിനാൻസിങ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 3 വർഷം നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. അതായത് കമ്പനി ഡിവിഡൻഡ് കൊടുക്കുകയോ അതുപോലെ തന്നെ അവരുടെ കടങ്ങൾ വീട്ടാനുള്ളതോ അതുപോലെ തന്നെ അവരുടെ ഷെയർസ് ബൈബാക്ക് ചെയ്യുകയൊന്നും ചെയ്തില്ല. അവർ കൂടുതലും പബ്ലിക്കിൽ നിന്നും ഇക്വിറ്റി ഇഷ്യൂ ചെയ്ത് IPO ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുക, അതുപോലെ തന്നെ ഡെപ്റ്റ് ഒക്കെ ഇഷ്യൂ ചെയ്ത് ഫണ്ട് കൂടുതൽ റേസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ കമ്പനിക്ക് ഒരു കണ്ടിജന്റ് ലയബിലിറ്റി ആയിട്ട് ഒരു 47 കോടിയുണ്ട്. അതുപോലെ ഒരു കടമായിട്ട് ഒരു 185 കോടിയും കമ്പനിക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്.